പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂറോ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്കാണ് നവമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗോകുലുണ്ട് കോട്ടയത്ത് നിന്ന്. ഗോകുലെ, അങ്ങനെ നവമിക്ക് എല്ലാ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തു, ചികിത്സ ഉറപ്പാക്കി, നവമി ആശുപത്രിയിലെത്തി. എന്താണ് വിവരങ്ങൾ? സേതു, ഇത് അല്പസമയം തൊട്ട് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നവമിയെ പ്രവേശിപ്പിക്കുകയുണ്ടായത്. നേരത്തെ ഈ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയവെയാണ് ആ ഒരു ദാരുണമായിട്ടുള്ള അപകടം സംഭവിക്കുകയും നവമിയുടെ അമ്മ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തത്. തുടർന്ന് ചികിത്സ പാതി വഴിയിലാക്കി അമ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡിസ്ചാർജ് വാങ്ങി നവമി വീട്ടിലേക്ക് പോയിരുന്നു. എന്തായാലും അതിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നവമിയെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നവമിയുടെ ചികിത്സ സൗജന്യമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. നേരത്തെ മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും അടക്കം ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ഉറപ്പ് നൽകിയിരുന്നതാണ് മകളുടെ തുടർ ചികിത്സ പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള വാക്ക് നൽകിയിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക മെഡിക്കൽ യോഗം ചേർന്നുകൊണ്ട് ഇന്നത്തേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ബിന്ദുവിൻ്റെ കുടുംബത്തിന് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ 7:30 മണിയോടുകൂടി തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലുള്ള ന്യൂറോ വിഭാഗത്തിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ബ്ലോക്ക്, തകർന്നു വീണ ഭാഗമുള്ള ആ ബ്ലോക്കിലായിരുന്നു ന്യൂറോ വിഭാഗം പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. താൽക്കാലികമായിട്ട് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിനുള്ളിലാണ് ഈ ന്യൂറോ വിഭാഗം പ്രവർത്തിക്കുന്നത്. എന്തായാലും അവിടേക്കാണ് ഇപ്പോൾ നവമിയെ മാറ്റിയിരിക്കുന്നത്. ഒപ്പം 90% പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു. നവമിയുടെ ഇനിയൊരു 10% പരിശോധനകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ആ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ശസ്ത്രക്രിയയിലേക്ക് കടക്കാനുള്ള തീരുമാനമാണുള്ളത്. ഒപ്പം ഈ ന്യൂറോ സർജറി വിഭാഗം മേധാവി, അതോടൊപ്പം തന്നെ ഓർത്തോപീഡിക്സ് മേധാവി, അനസ്തേഷ്യ മേധാവി, ഈ 3 മേധാവികളുടെ നേതൃത്വത്തിലായിരിക്കും നവമിയുടെ ശസ്ത്രക്രിയകൾ. ഈ ന്യൂറോ സർജറി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ലഭ്യമാണ്, അതിലേക്ക് കൂടി. ന്യൂറോ സർജറി വിഭാഗം HOD ഡോക്ടർ സതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സർജറികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ ടിജി തോമസ് അദ്ദേഹവും ആ ടീമിലുണ്ട്. അനസ്തേഷ്യ മേധാവി ഡോക്ടർ ലതാ ജനാർദ്ദനും ടീമിലുണ്ടാവും. അപ്പോൾ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിന് ശേഷം ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.